കഴിഞ്ഞ ദിവസം തുടർച്ചയായ നാലാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റ് ഇടിയുകയും ഇൻഡെക്സ് 1.47% ഇടിഞ്ഞ് 23,085 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. ഫിനാൻഷ്യൽ, എനർജി, റിയാലിറ്റി തുടങ്ങിയ സ്റ്റോക്കുകളിൽ വന്ന സെല്ലിംഗ് പ്രഷറാണ് മാർക്കറ്റ് ഇടിഞ്ഞതിന് പിന്നിലെ പ്രധാന കാരണം. കഴിഞ്ഞ ദിവസവും ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ലിംഗ് സൈഡിലായിരുന്നു. 4,892 കോടി രൂപയുടെ സെല്ലിംഗ് ആണ് FIS നടത്തിയത്. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 8,066 കോടി രൂപയുടെ ബൈയിങ് നടത്തുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അവറിന് ശേഷം ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ട ചില സ്റ്റോക്കുകൾക്ക് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് IT സെക്ടറിലെ HCL ടെക്നോളജിയെയും ബ്രോക്കേജിംഗ് ബിസിനസ്സിലെ കമ്പനികളായ ഏഞ്ചൽ വൺ, ആനന്ദ് റാഠി വെൽത്ത് തുടങ്ങിയ കമ്പനികളെയുമാണ്. HCLന്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റിലും റവന്യൂവിലും വർധനവുണ്ടായെങ്കിലും മാർക്കറ്റ് എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. കൂടാതെ കഴിഞ്ഞ ക്വാർട്ടറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിക്ക് ലഭിച്ചിരിക്കുന്ന ഓർഡറുകളുടെ എണ്ണത്തിലും ഇടിവ് വന്നിട്ടുണ്ട്. അതേസമയം കമ്പനിയുടെ EBITDA മാർജിൻ 18.6% നിന്നും 19.5% ഉയർത്താനും EBITDA 5,362 കോടിയിൽ നിന്നും 5,821 കോടിയിലേക്ക് മെച്ചപ്പെടുത്താനും കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. റവന്യൂ ക്വാർട്ടർ ടു ക്വാർട്ടർ മാർജിനലി 28,862 കോടിയിൽ നിന്നും 29,890 കോടി, അതായത് 3.6% ഉയർന്നു. നെറ്റ് പ്രോഫിറ്റ് 8.4%, 4,237 കോടിയിൽ നിന്നും 4,594 കോടിയിലേക്ക് ഉയർന്നിട്ടുണ്ട്. കമ്പനിയുടെ ഡെൻ നെറ്റ്വർക്ക് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. കമ്പനിയുടെ റവന്യൂ 4.5% ഇടിഞ്ഞ് 273 കോടിയിൽ നിന്നും 261 കോടിയിലേക്ക് എത്തി. നെറ്റ് പ്രോഫിറ്റ് 12% ഇടിഞ്ഞ് 48 കോടിയിൽ നിന്നും 42 കോടിയിലേക്ക് എത്തുകയും EBITDA 32% ഇടിഞ്ഞ് 41 കോടിയിൽ നിന്നും 28 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. ആനന്ദ് റാഠി വെൽത്ത് എന്ന കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ടും പുറത്തു വന്നിട്ടുണ്ട്. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ 58 കോടിയിൽ നിന്നും 77 കോടിയിലേക്ക് 33% വർദ്ധിച്ചു. ടോട്ടൽ റവന്യൂ 30% വർദ്ധിച്ച് 187 കോടിയിൽ നിന്നും 244 കോടിയിലേക്ക് ഉയർന്നു. ഏഞ്ചൽ വണ്ണിന്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ ടോട്ടൽ റവന്യൂ 19% വർദ്ധിച്ച് 1,061 കോടിയിൽ നിന്നും 1,264 കോടിയിലേക്ക് എത്തുകയും നെറ്റ് പ്രോഫിറ്റ് 8% വർദ്ധിച്ച് 260 കോടിയിൽ നിന്നും 281 കോടിയിലേക്ക് മെച്ചപ്പെടുകയും ചെയ്തു. ഹിമാദ്രി സ്പെഷ്യാലിറ്റി കെമിക്കലിന്റെ റവന്യൂ 8.4% വർദ്ധിച്ച് 1,083 കോടിയിൽ നിന്നും 1,141 കോടിയിലേക്ക് എത്തി. നെറ്റ് പ്രോഫിറ്റ് 30% വർദ്ധിച്ച് 109 കോടിയിൽ നിന്നും 141 കോടിയിലേക്ക് എത്തുകയും EBITDA 174 കോടിയിൽ നിന്നും 221 കോടിയിലേക്ക് എത്തുകയും EBITDA മാർജിൻ 16.5% നിന്നും 19.4% മെച്ചപ്പെടുകയും ചെയ്തു. ഡിസംബർ മാസത്തെ ഇൻഫ്ലേഷൻ ഡേറ്റ ഉൾപ്പെടെയുള്ള എക്കോണമിക് ന്യൂസുകൾക്ക് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷനും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളെ പരിചയപ്പെടാം. ഒന്നാമത്തേത് ഭാരത് ഇലക്ട്രോണിക്സ്. ഭാരത് ഇലക്ട്രോണിക്സിന് ഒപ്റ്റോ ഇലക്ട്രോണിക്സ് അപ്ഗ്രഡേഷൻ, റഡാർ ആൻഡ് ഫയർ കൺട്രോൾ സിസ്റ്റം, സ്പെയർ സർവീസ് തുടങ്ങിയവയ്ക്ക് ആവശ്യമായ സപ്ലൈ എന്നിവയുമായി ബന്ധപ്പെട്ട് 561 കോടി രൂപയുടെ വർക്ക് ഓർഡർ ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ PSU സെക്ടറിലെ ഭാരത് ഇലക്ട്രോണിക്സ് എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ITI എന്ന കമ്പനിക്ക് ഒഡീസയിലെ സംബാൽപൂർ യൂണിവേഴ്സിറ്റിയിൽ വൈഫൈ ആൻഡ് ലാൻ സർവീസ് സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടി 35 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. കൂടാതെ ഇൻ്റഗ്രേറ്റഡ് സെക്യൂരിറ്റി സിസ്റ്റം സെൻട്രൽ റെയിൽവേയിൽ സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി 29 കോടി രൂപയുടെ ഓർഡറും ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ITI എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാവുന്നതാണ്. ടോറന്റ് ഫാർമസ്യൂട്ടിക്കൽ എന്ന കമ്പനിയെ കോർപ്പറേറ്റ് ആക്ഷൻ പോയിന്റ് ഓഫ് വ്യൂ ആണ് ഫോക്കസ് ചെയ്യേണ്ടത്. കമ്പനി നൽകാൻ പോകുന്ന ഡിവിഡൻഡിന്റെ റെക്കോർഡ് ഡേറ്റ് ആയിട്ട് ഫെബ്രുവരി 1 നിശ്ചയിച്ചിട്ടുണ്ട്. IEL എന്ന കമ്പനിയെയും കോർപ്പറേറ്റ് അനൗൺസ്മെന്റ് പോയിന്റ് ഓഫ് വ്യൂ ഫോക്കസ് ചെയ്യാവുന്നതാണ്. റൈറ്റ് ഇഷ്യൂവുമായി ബന്ധപ്പെട്ട റെക്കോർഡ് ഡേറ്റാണ് കമ്പനി പുറത്തുവിട്ടിരിക്കുന്നത്. ജനുവരി 17 IELന്റെ റൈറ്റ് ഇഷ്യൂവിന്റെ റെക്കോർഡ് ഡേറ്റ്. ബാട്രോണിക്സ് ഇന്ത്യ എന്ന കമ്പനിയുടെ പ്രൊമോട്ടർ കമ്പനിയുടെ 6.29% സ്റ്റേക്കുകൾ OFS വഴി ഓഫ്ലോഡ് ചെയ്യുകയാണ്. 22 രൂപ പെർ ഷെയർ എന്ന റേറ്റിലാണ് സെല്ലിംഗ് നടക്കുന്നത്. ഡാബർ ഇന്ത്യ എന്ന കമ്പനിക്കും IFGL റിഫ്രാക്ടറീസ് എന്ന കമ്പനിക്കും ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട നോട്ടീസുകളും അല്ലെങ്കിൽ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട പെനാൽറ്റി ലഭിച്ചിട്ടുണ്ട്. ഈ രണ്ട് സ്റ്റോക്കുകളെയും ഇന്ന് ഫോക്കസ് ചെയ്യാം. JSW എനർജിക്ക് 3.6 ജിഗാവാട്ട് ശേഷിയുള്ള തെർമൽ പവർ പ്ലാന്റ് സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടി മഹാനദി തെർമൽ പവർ പ്ലാന്റ് സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ലെറ്റർ ഓഫ് ഇൻറ്റന്റ് ലഭിച്ചിട്ടുണ്ട്. ബേജൽ പ്രോജക്റ്റ് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. ട്രാൻസ്മിഷൻ ലൈൻ കൺസ്ട്രക്ട് ചെയ്യുന്നതിന് വേണ്ടി
അദാനി എനർജിയിൽ നിന്നും ബേജൽ പ്രോജക്റ്റ് എന്ന കമ്പനിക്ക് വർക്ക് ഓർഡർ ലഭിച്ചു. ഇലക്ട്രോണിക് സ്മാർട്ട് ഇന്ത്യ എന്ന കമ്പനി ബജാജ് ഇലക്ട്രോണിക്സ് എന്ന പേരിൽ മൾട്ടി ബ്രാൻഡ് സ്റ്റോർ ആരംഭിച്ചിട്ടുണ്ട്. ICICI ലൊംബാർഡ് ജനറൽ ഇൻഷുറൻസ് കമ്പനി PNB ഹൗസിംഗ് ഫിനാൻസിൽ മൾട്ടിപ്പിൾ ട്രേഞ്ചസ് വഴി ഇൻവെസ്റ്റ്മെന്റ് നടത്തി കമ്പനിയുടെ 0.37% സ്റ്റേക്ക് അക്വിസിഷൻ നടത്തി. ഗുഫിക് ബയോസയൻസ് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ദുബായ് ബേസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയായ അറബ് എമിറേറ്റ്സ് 2 ലക്ഷം ദിർഹത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഗുഫിക് ബയോസയൻസ് എന്ന കമ്പനിയിൽ നടത്തിയിട്ടുണ്ട്. പിരാമൽ എന്റർപ്രൈസസ് എന്ന കമ്പനി അതിന്റെ മോളിക്കുലാർ ഇമേജിംഗ് ബിസിനസ്സിനെ ലൈഫ് ഹെൽത്ത് കെയർ എന്ന കമ്പനിക്ക് കൈമാറ്റം ചെയ്യുന്നതിന് വേണ്ടി ഒരു ഡീലിൽ ഒപ്പുവെച്ചു. ഇതുവഴി പിരാമൽ എന്റർപ്രൈസസ് എന്ന കമ്പനിയിലേക്ക് $140 മില്യൺ ഫണ്ട് ഇൻഫ്ലോ വന്നേക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്